നമ്മളുടെ സ്വന്തം സുരഭി ചേച്ചി. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഞാൻ പുച്ഛിച്ച് തള്ളിയാണ്. അവിടുന്ന് തൊട്ടിട്ട് അങ്ങ് ഫാൻസ് അടുത്തൊക്കെ കട്ട് അമ്മേ അപ്പൊ കൊറേ വിസ്കിയാ. ഞാൻ വിചാരിച്ചു ഇവരെ ഒക്കെ കള്ളിന്റെ പേരിട്ടിട്ടാണോ അവരെ വിളിക്കുക. ചായ തരൂ. Hey guys, this is എല്ലാരും ചൊല്ലുന്നത്. I'm sure ഞാൻ നിങ്ങൾ എല്ലാരും വെറുപ്പിച്ച് കൊന്നിട്ടുണ്ട് എന്റെ പ്രൊമോ ലോഞ്ചസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ we have finally got our first guest and you won't believe who is sitting right next to me. This is a very profound person. നമ്മുടെ സ്വന്തം കോഴിക്കോടിന്ന് ഒരു സ്മോൾ ഡ്രീമായി വന്നിട്ട് നമ്മളെ പ്രൗഡ് ആക്കിയ ഒരു വ്യക്തിയാണ് നമ്മളുടെ സ്വന്തം സുരഭി ചേച്ചി. എല്ലാരും ഒരു കൈ for സുരഭി ചേച്ചി. ചേച്ചി ഇവളുടെ എനർജി കൊണ്ട് ഞാൻ അങ്ങ് കത്തിപ്പോകുന്ന എനിക്കൊരു പേടി. താങ്ക് യു സോ മച്ച് ചേച്ചി. ഐ എം സോ ഓണേർഡ്. ചേച്ചി നമ്മുടെ അടുത്തുനിന്ന് യെസ് പറഞ്ഞെന്ന് ഐ കുഡന്റ് ആക്സെപ്റ്റ് ദാറ്റ് യു ആക്ച്വലി ടോൾഡ് യെസ് ഫോർ എല്ലാരും ചൊല്ലുന്നത്. ഐ വാസ് ഓവർ ദ മൂൺ. അല്ല, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവി എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ദേവി എന്റെ സിസ്റ്ററാണ്. പിന്നെ അതുപോലെ തന്നെ ഗായത്രി. അപ്പൊ അവര് രണ്ടുപേരും അപ്പൊ നമുക്ക് അറിയാലോ. പക്ഷെ ഇങ്ങനെ ഒരു ഷോ ഉണ്ട്, ഇങ്ങനെ ഇത്രയും ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ചേച്ചി ഞാൻ ആദ്യത്തെ എപ്പിസോഡല്ലേ കുറച്ചിരിക്കട്ടെ. ഓക്കെ. സോ ചേച്ചി, ടു ബി ഓണസ്റ്റ്, ഞാന് ചേച്ചിന്റെ ഫാൻ ആവുന്നത് ഇപ്പോഴൊന്നുമല്ല. ഐ വാസ് ആക്ച്വലി എ ഫാൻ. ഇപ്പം എന്റെ ഒരു ആന്റി വന്ന് ചേച്ചിനെ പറഞ്ഞല്ലോ ഒരു കിയാണ്ടോ എന്ന്. അപ്പൊ തുടങ്ങിയിട്ട് ഐ വാസ് തിങ്കിങ് ഹൂ ഇസ് ദിസ് പേഴ്സൺ. ബിക്കോസ് നമ്മൾ സത്യം പറയാണ്, ഞാൻ ബോസ്റ്റ് ചെയ്യല്ല, ഞാൻ കുറച്ചും കൂടി ഇംഗ്ലീഷ് കണ്ടന്റ് വ്യൂ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ഇൻ ജനറൽ. ബിക്കോസ് നമ്മളെ വീട്ടില് ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിട്ടാണ് വരുന്നത്. ഐ എം എ പ്രോപ്പർ മലയാളി കുട്ടി ആൻഡ് ഐ ലവ് മലയാളം കോണ്ടന്റ്. ചേച്ചിന്റെ ഈ റീൽ വെൻ ഇറ്റ് ഗോട്ട് ഫയർ, ദാറ്റ്സ് വെൻ ഐ സ്റ്റാർട്ടഡ് നോട്ടീസിങ് ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഈസ് കില്ലിങ് ദിസ് ക്യാരക്ടർ. അപ്പം അവിടുന്ന് തൊട്ടിട്ട് ഐ എം എ ഫാൻ ചേച്ചി. And then you have been slaying. So ചേച്ചിന്റെ process of how you actually started with the dream. Because ചേച്ചിന്റെ sorry ചേച്ചി പറഞ്ഞോ ഞാൻ ഇടത്തൊക്കെ കട്ട് ഇല്ല, ഞാനതല്ലേ, ഞാൻ എന്റെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പോയി വരികയാണെന്നൊക്കെ. എന്തെങ്കിലും ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വാക്ക് കിട്ടാതായാൽ ഈ ഇന്റർവ്യൂ മുന്നോട്ട് പോകണ്ടേ. യെസ് ചേച്ചി, how has your journey been? How is this Surabhi like? എവിടുന്ന് തൊട്ടിട്ട് വേണം? From the beginning. So ചേച്ചി basically ചേച്ചി M80 എന്ന എപ്പിസോഡ്സ് ഇല്ലേ, where you actually first got into our hearts is from there. അവിടെ from there. അതല്ല ആക്ച്വലി എന്റെ ഒരു ഫസ്റ്റ് ഒരു തുടക്കം എന്ന് പറയുന്നത് അതല്ല ആക്ച്വലി. MIT മൂസയിൽ വരുന്നത് ഞാൻ ഇവിടെ ഒരു യക്ഷിക്കഥകളും നാട്ടുവർത്തമാനങ്ങളും നാടകം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം കുറേ കാലത്തിന് ശേഷം വിനോദ് ഗോവൂര് എന്നെ ആ നാടകത്തിൽ കാണുന്നു. അതിനു മുമ്പ് ഇന്ദുലേഖയുടെ കുറെ മുടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ആഡ് ചെയ്യുന്നു. അപ്പൊ അതിലാണ് ഞാൻ കോഴിക്കോടൻ സ്ലാങ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ഈ MIT മൂസയില് ഒരു 4ാം ക്ലാസ്സിൽ 4 വട്ടം തോറ്റ പൊട്ടത്തരവും മണ്ടത്തരവും മാത്രം പറയുന്ന ഒരു പാത്തുമ്മ വേണമെന്ന് പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഒരാള് ഉണ്ട്. ആള് കോഴിക്കോടാണ്, പക്ഷെ ഇപ്പൊ പഠിക്കുന്നത് കാലടിയിലാണ്. അപ്പൊ നമുക്ക് വിളിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ MA MPhil കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അത് വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നതും. അപ്പോൾ മീഡിയ വണ്ണായിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു ഇപ്പൊ ഉള്ള മുസ്ലിം സ്ലാങ് അല്ല നമുക്ക് വേണ്ടത്. ഇപ്പൊ ഒരു 80-85 എബോ ഉള്ള ആളുകൾ പഴയ നമ്മൾ പലരും മറന്നു പോയിട്ടുള്ള ചില വാക്കുകളൊക്കെ ഉണ്ട് ഉള്ളില്. പൂനൂര്, കൊടുവള്ളി, ആ ഭാഗത്തൊക്കെ ഉൾപ്രദേശങ്ങളില് അവിടെയാണ് കിയാണ്ടോ, മണ്ടിപ്പാഞ്ഞ്, ആട്ടേട്ടൊക്കെ, കൊയമാന്തല്, സൈല, എനക്കേട് എന്നൊക്കെ പറഞ്ഞ കൊറേ. അതിന്റെ അതാ പറ, കൊയമാന്തലിന്റെ അർത്ഥം എന്താ? കൊയ്മാന്തൽ കുഴിമന്തൊന്നല്ലോ. ചേച്ചി കൊയ്മാന്തൽ പറഞ്ഞ ഇതാക്കല്ലേ, പുച്ഛിക്കല്ലേ? കൊയമാന്തലായി പോയി ഇതൊക്കെ പറയില്ലേ. ഏനക്കേട് സീനാണോ അതിന്റെ എക്സാക്ട്? അല്ല, ഏനക്കേട് എന്താ? ഏനക്കേട് പ്രോബ്ലം. പ്രോബ്ലം അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെയാണ് അവിടുന്ന്. അതുകൊണ്ടാണ് ആന്റിയും ഇപ്പൊ കണ്ട സമയത്ത് പറഞ്ഞത്. അതെ, അവര് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. 10 വർഷത്തിന്റെ അടുത്തായി MIT മൂസം തീർന്നിട്ട്. ഞാനിപ്പോ ഇന്ന് ഒരു സ്ഥലത്ത് പ്രോഗ്രാമിന് പോയപ്പോഴും MIT മൂസം. അപ്പൊ ആ കൊറോണന്റെ സമയത്ത് വീണ്ടും അത് യൂട്യൂബില് വീണ്ടും സജീവമായി. അതുകൊണ്ടായിരിക്കാം.
അതിപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ആളുകളുടെ ഒരു വിശ്വാസം. ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ ലൈക്ക് ചേച്ചി MAT-ൽ എത്തിയിട്ട് ഹൗ യുവർ ജേർണി ടു ആക്ച്വലി ഈ കോവിഡ് സമയത്ത് വരെ നമ്മളെ ഉള്ളിലൊക്കെ തിരിച്ചെത്തിപ്പെട്ടു. വി ആർ റിവൈവിങ് ദോസ് ക്യാരക്ടേഴ്സ്. സോ പക്ഷെ ഇപ്പം ടു ബി ഓണസ്റ്റ് ഞാൻ ഭയങ്കര നെർവസ് എനർജിയിലായിരുന്നു. ഈ സുരഭി ചേച്ചി യെസ് പറഞ്ഞു നിങ്ങൾ ഇന്ന് നമ്മുടെ ഷോയില് വരുന്നുണ്ട് എന്ന്. ഞാൻ ഇപ്പോഴും വേർത്തോണ്ടിരിക്കുക ബിക്കോസ് ഐ കുഡന്റ് ആക്സെപ്റ്റ് ദാറ്റ് ഷീ ഈസ് ആക്ച്വലി കമ്മിങ് ടു ദി ഷോ. സോ ദ ഓൺലി തിങ് ഐ എം ആസ്കിങ് ഇസ് ഹൗ ഡു യു കീപ് യുവർസെൽഫ് സോ ഗ്രൗണ്ടഡ്? ബിക്കോസ് ഇപ്പൊ ചേച്ചി എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എന്തോ ചേച്ചി എൻ്റെ പണ്ട് മുട്ടിയ ഒരു സുഹൃത്താണ്, നമുക്ക് കുറച്ച് ചിറ്റാറ്റ് ചെയ്യാന്നുള്ള എനർജിയാണ്. So I am very surprised that she's so grounded, like atriyum humility in spite of such a huge actor that you are today. ഞാൻ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കല്ലേ, അപ്പൊ ഈ ഒരു സ്പേസ് നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ട് നമ്മൾ ഒന്ന് യഥാർത്ഥത്തിൽ ജീവിക്കും. പിന്നെ നമ്മൾ ഒരാളുടെ ഓർമ്മകൾ അല്ലെ അവരുടെ മനസ്സിലല്ലേ ഉണ്ടാവുക. അപ്പം അതിൽ ഏറ്റവും നല്ല മെമ്മറി കൊടുക്കാൻ ഞാൻ ശ്രമിക്കും. ചില സ്ഥലത്ത് ചില ആൾക്കാർ നമുക്കും ഉണ്ടാവുമല്ലോ ഒരു ഇറിറ്റേഷൻ, ഒരു സ്ഥലം അതൊക്കെ ട്രിഗർ ചെയ്തതായി കഴിഞ്ഞാൽ നമ്മൾ മോശമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കൊത്ത് പറയുകയൊക്കെ ചെയ്യുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് നമ്മൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പൊ പല സമയത്തും സത്യത്തിൽ മറന്നു പോവും നമ്മളോട് ആക്ട്രസ് ആണ് കാര്യം. അല്ല അങ്ങനെയല്ല, ഉള്ളില് നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഒന്നുമില്ല. നമ്മള് സുരഭി നമ്മൾ പോകുന്നു, നമ്മുടെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളുടെ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളുടെ ആരോഗ്യമാണ്. മേ ബി കോഴിക്കോടുള്ളതുകൊണ്ടായിരിക്കും, ഞാൻ അതുകൊണ്ടാണ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് എങ്ങോട്ടും പോവാത്തത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വലിയ അവസ്ഥയിലും താമസിക്കാം, എല്ലാ മോശം അവസ്ഥയിലും നമുക്ക് താമസിക്കാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മളെ ഹോം ടൗൺ ആകുമ്പോ അങ്ങനെയല്ലേ. അപ്പൊ അതിന്റെ ഒരു സുഖം ഇവിടെ ഉണ്ട്. അപ്പൊ അവിടെ കാണുന്നതൊക്കെ നമ്മൾ എപ്പോഴും അവിടെ ഇവിടെയൊക്കെ നമ്മളെ ഫുൾ എനർജി അത്രയും വോം ആക്കി തന്നു. അതുകൊണ്ടായിരുന്നു ഇപ്പം ആക്ച്വലി ഐ ടു ടോക്ക് ടു ഹർ ബിക്കോസ് ചേച്ചി ഞാനിപ്പോ ഇന്റർവ്യൂസ് അധികം പലരും വിളിക്കുമ്പോൾ അത് കൊടുക്കാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടേ. അപ്പൊ നമ്മളൊരു പുതിയൊരു ഇങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ഇന്നതുണ്ട് എന്ന് പറഞ്ഞ ഒരു 2-3 കാര്യങ്ങൾ പറയാനുള്ളപ്പോ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പലപ്പോഴും ഇപ്പം എറണാകുളത്തൊക്കെ നമ്മുടെ പല സുഹൃത്തുക്കളും പോഡ്കാസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് പിന്നെ നമ്മുടെ ദേവിയുടെ ചേച്ചി ഇപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ ലൈക്ക് യുനോ ദിസ് ഇസ് ഹൗ ഐ ആം. ചേച്ചി ഇങ്ങനെയാണ് ആസ് എ പേഴ്സൺ. ലൈക്ക് ചേച്ചി പോകുന്ന സ്ഥലത്തൊക്കെ അത്രയും വാംത്ത് കൊടുക്കണം. നമ്മൾ എല്ലാവരും കൂടെ ഉള്ളപ്പം ആ നല്ലൊരു എനർജി ക്രിയേറ്റ് ചെയ്യാം. ചേച്ചി ഇപ്പൊ സംസാരിക്കും അത് തന്നെയാണ്. പക്ഷെ ചേച്ചി എന്താ പറയാ, ഇതാണോ ആക്ച്വൽ സുരഭി ചേച്ചി? ലൈക്ക് നമ്മള് ഓൾറെഡി നമ്മള് ഫെയിമിൽ നടക്കുകയാണ്. ചേച്ചി എവിടെ പോയാലും ഫാൻസ് ഉണ്ട്. ചേച്ചിന്റെ റൂമിൽ കിട്ടിയ അപ്പോഴത്തേക്ക് ഒരു സെൽഫി മൊമെന്റ്സ് ആണ്. സോ ഇസ് ദിസ് ദ സുരഭി വിതൗട്ട് ദ ക്യാമറ? ആണ്. ദിസ് ഇസ് ഹൗ യു ആർ ഇൻ ജനറൽ. അല്ലാണ്ട് എനിക്ക് വേറെ അങ്ങനെ 2 ക്യാരക്ടേഴ്സ് അങ്ങനൊന്നും ഇല്ല. അത് ആക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മള് ചേഞ്ച് ആവുന്നുള്ളൂ. അതർവൈസ് നമ്മളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് ഇന്ന് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഓക്കെ, രാവിലെ എണീക്കുന്നില്ലെങ്കിൽ ഓക്കെ നമ്മൾ ഫ്രീ ആണ്, ഇന്നലെ ഒരു പരിപാടി എല്ലാം ചെയ്തു വെച്ചിട്ടാണ് നമ്മൾ പോയത്. ഫ്രീ ആയിട്ട് നമ്മൾ വിളിച്ചാലും പോണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ വേറെ റിഗ്രറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഇല്ല. ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടേ ഞാൻ പോവുള്ളൂ. എനിക്കറിയാവുന്നത് അതല്ല, നമ്മൾ അറിയാത്ത എന്തെങ്കിലും അറിയാതെ വേദനിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് ഇന്റൻഷനലി ഞാൻ ആ ഒരു ഫ്ലോയിലാണ് അങ്ങോട്ട് പോകുന്നു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതാണ് ഞാന്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെ. ചിലപ്പോ കണ്ടാൽ ചിലപ്പോ ഞാൻ വേഗം തന്നെ പറയും. അല്ലെങ്കിൽ ഹോട്ടലിൽ പോയാൽ ഞാൻ അവരോട് പറയുന്നത് ഇപ്പം പെരുവല്ല അവിടെ എവിടെ പോയാല ചിക്കൻ കറി തീരെ രസമില്ല, ഇത് പൊളിയാണ്, ഇതിന് പൈസ തരില്ല, ഇതിന് വേണ്ട ഡബിൾ പൈസ. അങ്ങനെ അവരുമായിട്ട് സംസാരിക്കൊണ്ട് ഇപ്പം പാരഗണൊക്കെ പല സ്ഥലത്തും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സുമേഷ് ചേട്ടൻ പറയും ബാംഗ്ലൂർ ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്, സുരഭി അവിടെ പോകുമ്പോ ഒന്ന് ഫുഡ് കഴിച്ച് നോക്കിട്ട് എന്നെ വിളിക്കണേ, ഒരു ടെസ്റ്ററും കൂടിയാണെന്ന്. ചേച്ചി അത്രയും ഓപ്പൺ ആയിട്ട് ഫീഡ്ബാക്ക് ഇത് അരി ശരിയില്ല കേട്ടോ, നമ്മൾ അവിടുത്തെ കിട്ടുന്നില്ല, മേ ബി ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെ പറയും. You're not a pleaser, Jade. What comes to you is what you're saying. Diplomatic answers only. അതല്ലെങ്കിൽ നമ്മൾ നല്ലവനാവണം, ரொம்ப നല്ലവനായി. Got it. What does ചേച്ചിന്റെ
ഇന്ന് ചേച്ചിക്ക് ഫ്രീ ആ, ചേച്ചി പറഞ്ഞല്ലോ ചില സമയത്ത് ഐ വെയിറ്റ് ഫോർ ദ ഡേ വേറെ എനിക്ക് ചേച്ചിക്ക് ഒന്ന് റിലാക്സ് ചെയ്തിരുന്നാൽ മതി എന്ന്. ആ ഡേ ചേച്ചി എങ്ങനെയാ സ്പെൻഡ് ചെയ്യാറ്? വാട്ട് ഇസ് യുവർ ഡേ ലുക്ക് ലൈക്ക്? ഒരു വർക്കൂല, ഷൂട്ടൊക്കെ ഒരു 1 വീക്കിന്റെ ഹോളിഡേ, അപ്പോഴൊരു വെൻ ഡേ ചേച്ചി എക്സ്പ്ലെയിൻ ചെയ്യോ കിട്ടിയാല്? ഫസ്റ്റ് ക്ലീനിങ്. റിയലി? എനിക്ക് അടുക്കി ഒതുക്കി വൃത്തിയാക്കി ഒക്കെ ഞാൻ വേണമെങ്കിൽ ഒരൊറ്റ ദിവസം ഓ വാവ്, ലൈക് ഓർഗനൈസിങ് ചേച്ചിന്റെ ഒരു എന്റെ ഒരു ഓർഗനൈസിങ് എന്നുള്ളതല്ല, എനിക്ക് പൊടിയൊന്നും ഉണ്ടാവാനേ പാടില്ല. എല്ലാം നല്ല അടിച്ച് നല്ല വൃത്തിയാക്കി, അല്ലെങ്കിൽ അലമാരയിൽ നിന്നെല്ലാം എടുത്തിട്ട് വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് കറക്റ്റ് ആക്കി മടക്കി വെച്ച്. ഓ ചേച്ചി, ഐ എം സോ ഗ്ലാഡ് ഐ ഫൗണ്ട് എ പേഴ്സൺ ലൈക്ക് ഹർ ട്ടോ. എനിക്കുണ്ട് ചേച്ചി ഈ പ്രശ്നം. എനിക്ക് OCD അല്ല, എനിക്ക് തെറപ്പിയാ. അത് ക്ലീനിങ് ചെയ്യുമ്പോ ഭയങ്കര ഒരു ആണോ? അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അല്ലേ? അറേഞ്ചിങ് ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലാണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്താണ് എന്റെ ഹോബി എന്നൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് അത് അറേഞ്ച് ചെയ്യുന്നതും അത് നല്ല വൃത്തിയാക്കി വെക്കുന്നതും അത് അങ്ങനെയൊക്കെ തന്നെയാണ് എന്റെ സമയം. അപ്പൊ ഈ ക്ലീനിങ് കഴിഞ്ഞ് ചേച്ചി പുറത്തിറങ്ങോ? നമുക്ക് ഇവിടെ കോഴിക്കോട് കുറച്ച് കമ്പനിക്കാരൊക്കെ ഉണ്ടല്ലോ, ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ്. അപ്പൊ അവരെ കൂടെ എന്തെങ്കിലും ചായ കുടിക്കാൻ പോകും. ഇപ്പൊ ഞാൻ സ്ഥലം നോക്കാൻ പോകും. സ്ഥലം നോക്കാൻ? സ്ഥലല്ല, വീടിന്റെ ഒരു വീടിന്റെ ഒരു ചെറിയൊരു സ്ഥലം നോക്കാൻ പോകും. അങ്ങനെയൊക്കെ ചെറിയ പ്ലാനിങ് പരിപാടികള്. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഈ ന്യൂ ഇയറിന് ഞങ്ങൾക്ക് ഒരു പരിപാടിയും ഇല്ല, ആർക്കും ഒരു പരിപാടിയും ഇല്ല. ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും ന്യൂ ഇയറിന് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് ഇപ്പൊ എത്ര ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വേറെ ലോകങ്ങളും ഉണ്ടാവല്ലോ. അപ്പൊ അവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ വെച്ചാൽ ആരും ആരെയും വിളിക്കുകയൊന്നും ചെയ്തില്ല. ഒരു 10:30 മണിയപ്പോ എന്ത് ചെയ്യുന്നു? ഒന്നുമില്ല, വീട്ടിലിരിക്കുക. എന്ത് ചെയ്യുന്നു? ഒന്നുമില്ല, വീട്ടിലിരിക്കുക. അപ്പൊ ഞാൻ എല്ലാരോടും വരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എന്റെ ചേച്ചിയുണ്ട്, എന്റെ ചേച്ചിയുടെ മോളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അലമാരയിൽ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേറെ രീതിയിൽ ഞങ്ങൾക്ക് അർജുൻ വാസുദേവ് എന്ന സ്റ്റൈലിസ്റ്റ് ഉണ്ടാവും അക്കാഡമിയിലെ പ്രൊഫസർ. അപ്പം ഫാഷനില് എന്നിട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു അലമ്പ് കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് അത്രയും സ്റ്റൈലിഷ് കോസ്റ്റ്യൂം അലമ്പ് കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് അലമ്പായിട്ട് നമ്മൾ ഡ്രസ്സ് കണ്ടാൽ ആരിത് എവിടുന്ന് വരുന്നു എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ഇതുണ്ടാവില്ലേ? അത്രയും കളർഫുള്ളും വേറെ ഇതായിട്ട് നേരെ റോഡുമ്പോ കൂടെ നടന്ന് ടോപ്പ് പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് എല്ലാരും ഞങ്ങളെല്ലാരും പുറത്തിറങ്ങി. ഇതിന് ഇത്ര അല്ല ഞാൻ പറഞ്ഞ അലമ്പ് കോസ്റ്റ്യൂമും ഞാനൊരു പാർട്ടിയിലേക്ക് പോയി അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ഫോട്ടോഷൂട്ട് നടത്താമെന്ന് വിചാരിച്ചത്. വീട്ടിലല്ല, ഇത് ഫോട്ടോഗ്രാഫർ അരുൺ പൈഡുമീത്തലും ഒക്കെ ഉണ്ട്. എല്ലാരും അപ്പൊ നമ്മള് പുറത്തു പോയി. അപ്പൊ അവരൊക്കെ അവിടെ ഉള്ളവരൊക്കെ നോക്കുന്നത് എന്താ അത് എവിടുന്നാ വരുന്നത്? ഞങ്ങൾ തന്നെ റെസിഡൻസിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ ഈ പറഞ്ഞ ഒരു കുഞ്ഞു ദിവസമാണെങ്കിലും അത് എന്തെങ്കിലും ഒരു ഇവന്റ്ഫുൾ ആയിട്ട് അങ്ങനെ. അത് കാലടിയിൽ നിന്ന് ഞങ്ങൾ പഠിച്ചതാണ്, ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ. അപ്പം അവിടെ സാറുമാരും പറയും നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ദിവസം തീരണ്ടേ. അതല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോ ഇന്നൊന്നും ചെയ്തില്ല, ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു, വേസ്റ്റ് ആയി. എന്തെങ്കിലും ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് തോന്നണം. അത് മേ ബി ഇൻ ഷോർട്ടിൽ എന്തെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്താൽ പോലും. Next question. At what point of career ചേച്ചിക്ക് മനസ്സിലായി that I belong here, entertainment is in my blood, entertainment is what I want to do, acting is what I want to pursue? ആ മോമെന്റ് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? ആക്ടിങ് ആണ് എൻ്റെ ഒരു വഴിയെന്ന് എനിക്ക് മനസ്സിലായത് അമൃത TV ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോഴാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ BA ഭരതനാട്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ 2nd year ആണെന്ന് തോന്നുന്നു. അപ്പം ആ സമയത്ത് നമ്മൾ ഈ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നു. അപ്പം അതിനകത്ത് നമ്മൾ വിന്നറാവുന്നു. ഞാനുണ്ട്, സിദ്ധാർത്ഥ് ശിവ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറുണ്ട്, പിന്നെ മുസ്തഫ കപ്പേള എന്ന് പറഞ്ഞതിന്റെ ഡയറക്ടർ, മുറ മൂവിയുടെയും ഡയറക്ടറാണ് മുസ്തഫ. ഇവിടെ യൂണിവേഴ്സിറ്റി അപ്പം അല്ല, അതിൽ ആ ഒരു റിയാലിറ്റി ഷോയിൽ 20 പേരിൽ ഞങ്ങൾ ഒരു 3 പേർക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടല്ല, അവര് കുറച്ചും കൂടി നല്ലൊരു ഭയങ്കര സീരിയസ് ആയിട്ട് ആക്ടിങ്ങിനെ എന്താ പറയാ കണ്ടിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ആണ്. അതല്ലാതെ വേറെ ഇപ്പൊ സിനിമയിലുള്ള ഒരു എന്താ പറയാ ഒരു സീൻ എടുത്തിട്ട് അഭിനയിപ്പിച്ച് അങ്ങനെയൊന്നും അല്ല. അവര് നമ്മളെ ഓൺ ക്രിയേഷൻ, നമ്മളുടെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഉണ്ട് അങ്ങനെയൊക്കെയാണ്. അതിന്റെ ഫൈനലൊക്കെ ഇവിടെ ആശീർവാദം എന്നായിരുന്നു, കോഴിക്കോട് നിന്നായിരുന്നു. അപ്പോ അങ്ങനെയാണ് വന്നത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറച്ചും കൂടി, അതല്ലെങ്കിലും ഞാൻ ഡാൻസ് ചെയ്യുന്ന സമയത്ത് എനിക്ക്
പദം എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഒക്കെ ഉണ്ട്. അതൊക്കെ ആക്ടിങ്ങിന് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അതിൽ അടവുകളൊക്കെ വളരെ കുറവായിരിക്കും. അത് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടുന്ന ഒരു നമ്മൾ അതിനകത്തേക്ക് വീണൊക്കെ ചെയ്യുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നത്. പിന്നെ ക്ലാസിക്കൽ ഡാൻസിന് അത്രയേറെ ആഗ്രഹിച്ച് ചെയ്യുന്ന സമയത്ത് അതൊരു ഫ്രെയിമിന്റെ അകത്തുള്ളൊരു ഇതാണല്ലോ. ക്ലാസിക്കൽ കലകൾക്ക് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഓരോന്നിനും ഓരോ നിയമങ്ങളും ഇതൊക്കെ ഉണ്ടാവും. അപ്പം ആ ഫ്രെയിമുകൾ ഒന്നും ഇല്ലാത്തത് ഈ പറഞ്ഞ പോലെ ആക്ടിങ്ങിനാണ്. അപ്പൊ നമുക്കത് എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ നമ്മളാണ് ഓരോ ക്യാരക്ടറിന്റെയും ഫ്രെയിംസും സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഫ്രെയിംലെസ് നമുക്ക് ഒരു ഫ്രെയിം ഇല്ലാതിരിക്കുന്നിടത്താണ് ആക്ടിങ്ങിന് ബ്യൂട്ടി ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതാണ് നല്ലതെന്ന് തോന്നുകയും പിന്നെ അങ്ങോട്ട് നമ്മൾ അതിനു വേണ്ടി ട്രൈ, അങ്ങനെ വലിയ രീതിയിലുള്ള ട്രൈ അല്ല, കലടി പഠിക്കുമ്പോൾ തന്നെ ഓരോരോ കുഞ്ഞു കുഞ്ഞു റോളുകളൊക്കെ എങ്ങനെ അപ്പം ഡയലോഗ് തെറ്റിക്കാതെ പറയുന്ന ഒരാൾ മതിയാവും. അങ്ങനെയൊക്കെ വന്നു. ഇപ്പൊ ഒക്കെ വന്നുകൊണ്ട് പേടിച്ച് ഞാൻ ഇരിക്കുക. ഇന്നിപ്പോ വരുന്ന സമയത്ത് ഇനി സുരഭി നിങ്ങൾക്കൊന്നും ഒരു അവസരം ഒന്നും അല്ല എന്നെ അല്ല ആരും ഐ ഡോണ്ട് തിങ്ക്. പക്ഷെ അവര് നമ്മൾ വിചാരിക്കുന്ന എക്സ്പ്രഷൻ AI-ക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഒരു മിനിമം അളവിലല്ലേ പറ്റൂ? അല്ലല്ല അത്രേ. അയ്യോ റിയലി അല്ലേ? ഇങ്ങനെ ഭയങ്കര ആക്യുറസി കൂട്ടി വന്നിട്ട് നമ്മൾ മനുഷ്യന്മാരെക്കാളും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് വരും അത്രേ. അങ്ങനെ വന്നിട്ട് അത് പുതിയ തലമുറ അതങ്ങ് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ എന്തിനാ മനുഷ്യന്മാരെ അഭിനയിക്കുന്നത്? ഇവരൊക്കെ എന്ത് ഭ്രാന്തന്മാരായിരുന്നു ഇത്ര കഷ്ടപ്പെട്ട് ഇത് ചെയ്തിരുന്നെന്നുള്ളത് തോന്നല്ലോ. ഒരു AI-ന് എന്തായാലും ഒരു ഫാന് കഴിയും 7 വരാൻ. എന്നോട് പറഞ്ഞ 5 വർഷം അതിനിടയ്ക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന പണി എന്നോട് പറഞ്ഞത് ഒന്നുകിൽ കൃഷി. ചേച്ചിക്ക് ഇഷ്ടമാണോ കൃഷി? അതുകൊണ്ടല്ല, വേറെ അല്ല, പാർപ്പിടം, വസ്ത്രം, ഇതിന് AI-ക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. വെള്ളം ഒക്കെ ഇത് മാത്രമേ ഇനി നമ്മൾക്കൊരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ചെയ്യണമെങ്കിൽ ബാക്കിയെല്ലാം AI കൊണ്ടുപോകുന്നാണ് ഞാൻ കേൾക്കുന്നത്. ആണോ ചേച്ചി? അറിയില്ല. നമുക്ക് എന്തെങ്കിലും പിടിച്ചേക്കാം. One more just based out of your acting career, national award winner. How was that moment? ചേച്ചി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം പല ഇന്റർവ്യൂവിലും. പക്ഷെ എന്നാലും എനിക്ക് എന്റെ ഫാൻസിനൊന്ന് അത് കുറച്ച് മിസ് ആയിട്ടുണ്ടോ ചിലപ്പോ? ഇത് എന്റെ ഫാൻസിനാണോ ഇവളുടെ ഫാൻസിനാണോ? ഇതിന് ഉത്തരം പറഞ്ഞ സത്യത്തിൽ ഞാൻ എൻ്റെ ഉറക്കത്ത് പോലും വിചാരിച്ചില്ല കിട്ടുന്ന്. പക്ഷെ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതല്ല, അത് മാനിഫെസ്റ്റ് ആയി ചേച്ചി. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പറയാം. എൻ്റെ ചേച്ചി ജോലിസൊക്കെ ഇതുണ്ട്. അപ്പം അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും മൂപ്പരോട് ചോദിക്കും നിങ്ങളെ പേര് പറയട്ടെ. അയ്യോ എൻ്റെ സുരഭിയെ പേര് പറയരുതേ എന്ന് പറയും. അതുകൊണ്ട് പറയാത്തതാണ്. അപ്പൊ പുള്ളിയുടെ അടുത്ത് പോയി നോക്കി. അപ്പൊ നോക്കി പറഞ്ഞു ഉണ്ട്, സുരഭിക്ക് രാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങാനുള്ള യോഗം ഉണ്ടെന്ന്. ഇപ്പൊ രാജാവ് എന്ന് പറയുമ്പോ അത് പ്രസിഡന്റ് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ മൂപ്പരാണല്ലോ രാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും വള എടുത്തിരുന്നത്. എനിക്കൊന്നും നീ ഈ കാലത്തല്ലേ ജീവിക്കുക? അല്ല ഞാൻ ചോദിക്കുന്ന ചേച്ചി ആക്ച്വലി ഒരു ആസ്ട്രോളജർ അടുത്ത് പോയിരുന്നത്. ഞാനല്ല, എന്റെ സിസ്റ്റർ. അല്ല, അവര് പറഞ്ഞപ്പോ ഞാൻ അവളെ പുച്ഛിച്ചു. രാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടും കടലയും ഇപ്പൊ തൽക്കാലം മൂപ്പര് കൊടുക്കണ്ട, അതൊന്നുമില്ല. ഇത് ആരാണ് ഈ പറഞ്ഞത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞങ്ങളുടെ സിനിമയുടെ അവസ്ഥ ഇതാണ്. ആകെ പോണൊരു പൈസ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പടം. അതിൽ ആ സമയത്ത് നോട്ട് നിരോധനം. അപ്പം പ്രൊഡ്യൂസർ ഇല്ല, ഡയറക്ടർ, ഇവരെല്ലാരും കൂടി എങ്ങനെയൊക്കെയോ മാലയൊക്കെ പണയം ചെയ്തിട്ടൊക്കെയാണ് ആ പടം നടക്കുന്നത്. രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ ഷൂട്ട്, 11 ദിവസം. ഞങ്ങളൊക്കെ തട്ടുകടയില് തിരുവനന്തപുരത്ത് കൂടെ എന്നെ ഇങ്ങനെ കൂട്ടുകൂടെ അവരെവിടെയൊക്കെയോ ലൊക്കേഷന് പിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പൈസ വേണമല്ലോ. അപ്പൊ നമ്മൾ 2 കോ-ആക്ടർ ഉണ്ടെങ്കിൽ അവരോട് പറയും നിങ്ങൾ അവിടുന്ന് വാ, ഇവരിവിടുന്ന് വാ, ഇന്ന സ്ഥലത്ത് മീറ്റ് ചെയ്താൽ മതി, ഇന്നതാണെന്നൊക്കെ ഞങ്ങൾ നേരത്തെ കാറിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു. എന്നിട്ട് അവരൊരു ജീപ്പിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഹൈഡ് ചെയ്തൊക്കെയാണ് പല ഷോട്ടുകളും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഒരു സിനിമ അങ്ങനെ വരാനൊരു ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പൊ എന്റെ മനസ്സിൽ. ഇവിടെ പക്ഷെ
കേരളത്തില് സ്പെഷ്യൽ ജൂറി മെൻഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിപ്പോ നമ്മളോട് ചിലപ്പോ നമ്മളവിടെ ഇത്തിരിയൊക്കെ അറിയുന്ന അങ്ങനെയൊക്കെ ഇതിപ്പോ ആരറിയാൻ പോലും ആരും ഇല്ല. അങ്ങനെ വിചാരിച്ച് ഞങ്ങള് അന്നാണ് നാഷണൽ അവാർഡ് കിട്ടുന്ന ദിവസമാണ് MIT മൂസ തീരുന്ന ദിവസം. അപ്പോ തീർന്ന് ഞങ്ങൾക്ക് സലാലയിൽ ഒരു പ്രോഗ്രാം, അതിനു വേണ്ടിയിട്ട് ഞങ്ങളൊരു 2-3 നൈറ്റിയും ഒരു ജീൻസും ടോപ്പും, ഇന്ന് അവിടെ പോവാൻ ഒരു ജീൻസും ടോപ്പും, നാളെ പ്രോഗ്രാം, മറ്റന്നാൾ തിരിച്ചു വരാൻ വേറൊരു ജീൻസും ടോപ്പും. ഇത്രേ ഉള്ളൂ എന്റെ ചേച്ചി. ട്രാവൽ ആ സമയത്താണ് അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ആകാശത്തായിരുന്നു കുട്ടി. അപ്പോഴാണ് ഇവിടെ ഞാൻ അറിഞ്ഞില്ല. അപ്പൊ വിനോദേട്ടൻ പറഞ്ഞ് എന്റെ ആങ്ങളുണ്ട്, എന്റെ പൊന്നു സ്വരൂപി, അവര് ബൊക്കെയൊക്കെ ആയിട്ട് വരും നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. അപ്പൊ നീ ഒന്ന് പോയി മുടിയൊക്കെ കിട്ടി. അപ്പൊ ഞാൻ രാവിലെ അല്ലേ 3 മണിക്ക് ഷൂട്ടും കഴിഞ്ഞ് 10 മണിയപ്പോ ഒരു പറ്റ ആൾക്കാര്, ഇവർക്കൊക്കെ എന്താണ് വട്ടാണോ രാവിലെ തന്നെ ഇത്രേ ആൾക്കാരെല്ലാരും കൂടെ ഇത് പോകുമ്പോ ഇവരാരെങ്കിലും ഒന്ന് എയർപോർട്ടിലേക്ക് നമ്മളെ കൊണ്ടാക്കാൻ ഉണ്ടായാൽ മതിയായിരുന്നു. കാരണം പിന്നെ പ്രോഗ്രാമിന് വേണ്ടി കുറെ ദിവസം അവർക്ക് ഉറക്ക ക്ഷീണവും ഇതൊക്കെ ഇത് കഴിയുമ്പോ എല്ലാരും അങ്ങ് എടാ സുരേഷ് നീ അവരെ ഒന്ന് കൊണ്ടുവിടും, അങ്ങനെയാവും. പിന്നെ അതാണ് നമ്മൾ തന്നെ ടാക്സി കുളിച്ച് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോ അവര് വന്ന് കൺഗ്രാജുലേഷൻ. ഇവിടെ നാട്ടില് അന്ന് 2 മാസം മുമ്പ് കിട്ടിയ അവാർഡിന്റെ ആണ് ഞാൻ വന്ന താങ്ക് യു എന്നൊക്കെ പറഞ്ഞ. അങ്ങനെ അപ്പൊ അവർക്കും ഒരു സംശയം, ഇവരെന്താ ഇതെല്ലാം അറിഞ്ഞിട്ടാണോ അങ്ങോട്ട് വന്നിരിക്കുന്നത്? അങ്ങനെ ഞങ്ങൾക്ക് ആർക്കും ഒരു എക്സൈറ്റ്മെന്റും ഇല്ലല്ലോ. അപ്പോ നിങ്ങൾ അറിഞ്ഞില്ലേ? ഞങ്ങൾ എന്തറിയാൻ, അയ്യോ സുരഭിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇല്ല ഇല്ല, ശരിക്കും ഞാൻ ഭ്രാന്തായി പോണ്ടായിരുന്നു. ഏതോ ഒരു നൂൽപ്പാലത്തിലൂടെ ഞാൻ വിട്ടു പോന്നതാ. സത്യം. അല്ല ഇവരിത് ഞാൻ നേരത്തെ പറഞ്ഞ പണിക്കാരെടുത്ത് പോയി പറഞ്ഞില്ലേ, അപ്പൊ അവിടെ പോയപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ എന്റെ അടുത്ത് എന്റെ ചേച്ചിയുടെ മക്കളൊക്കെ പറഞ്ഞു ചിലപ്പോ കിട്ടണ്ട, അവർക്ക് ഭയങ്കര വിശ്വാസം, അറിയില്ലല്ലോ. അങ്ങനെ ഇവര് ഭയങ്കര പ്രാർത്ഥനയ്ക്ക്. അപ്പം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് തരുന്നായി. ഞാൻ എന്ത് വേണം ചോദിക്കാലോ, കിട്ടൂലല്ലോ. അപ്പൊ ഒരാൾ പറഞ്ഞു എനിക്കൊരു ബുള്ളറ്റ് വേണം. ഓക്കെ ബുള്ളറ്റ്. നിനക്കെന്ത് വേണം? എനിക്കൊരു 6-5 ലക്ഷം റുപ്യ ലോണുണ്ട്. ഓക്കെ നിനക്കെന്ത് വേണം? എനിക്കിതാ ഈ ബാക്കിൽ 2 സെന്റ് സ്ഥലം കൂടി ഇങ്ങോട്ട് കിട്ടിയത്. ഓക്കെ. എന്റെ ബ്രദറിന് വെച്ച് നിനക്ക് എന്തെങ്കിലും വേണം? എനിക്കൊന്നും വേണ്ട, കാരണം എന്റെ കൂടെ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട്. നിനക്കത് കിട്ടാനും പോകുന്നില്ല, വെറുതെ ഞാൻ പറഞ്ഞു. എന്റെ മനസ്സിലൊരാഗ്രഹം വേണ്ട, മുളയ്ക്കണ്ട. എന്റെ ചേച്ചിയുടെ അവള് വളരെ ബുദ്ധിപരമായിട്ടുള്ളതാണ്. എനിക്കൊരു ചുരിദാർ മതി, കിട്ടുകയാണെങ്കിൽ ഒരു ചുരിദാർ മതി. അപ്പൊ ചേച്ചി ബുള്ളറ്റ് ഒന്നും വാങ്ങിക്കൊടുത്തില്ല? എടോ കിട്ടിയപ്പോ പിന്നെ ഇതെല്ലാം വാങ്ങിക്കൊടുത്ത്. അതാണ് വാക്ക് ചേച്ചി പാലിച്ചത്. നീ വേറെ എന്തെങ്കിലും പറ. ശരി, വാട്ട് യു മീൻ? അതുകൊണ്ട് അങ്ങനെ. പക്ഷെ എന്നാലും ആ പണിക്കറിന്റെ പേര് പറഞ്ഞ പണിക്കർക്ക് ഇപ്പൊ എത്ര ബിസിനസ് കിട്ടിയിട്ടുണ്ടോ? പണിക്കർക്ക് താല്പര്യമില്ല അതിന്. ഞാൻ പിന്നെ അങ്ങനെ പോകുന്ന അങ്ങനെ അയ്യോ അടുത്തത് എന്താ അങ്ങനെയൊന്നും പോയി ചോദിക്കലതൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയിക്കാലും your sister has manifested through this പണിക്കർ. ചിലപ്പോ ആയിരിക്കാം. എനിക്ക് പണിക്കർ നമ്പർ ഒന്ന് അയക്കണം, എന്തെങ്കിലും കിട്ടുമോ? ഓരോ സമയത്ത് ഓരോ ഇതാണ്. പക്ഷെ ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുമ്പോ ഞാനിങ്ങനെ പറയും, ഇപ്പൊ എനിക്ക് ശുക്രൻ 85-ാം വയസ്സിലാണ് വരുന്നത്. ശുക്രൻ എന്തിന്? ശുക്രൻ എന്നെ ചതിച്ചില്ല, വേറെ ഏതെങ്കിലും നക്ഷത്രത്തിലേക്ക് എന്നെ മാറ്റാൻ പറ്റുമോ? അതൊന്നും പറ്റൂല സുരഭി, ഇതൊക്കെ കർമ്മങ്ങളും. അപ്പൊ ചില സമയത്ത് ഇതുള്ളതാണ്. അങ്ങനെ ഇപ്പൊ ഇന്നതൊക്കെ ചെയ്യണം അങ്ങനെയൊന്നും പറയില്ല. ഗുരുവായൂർ പോകുന്നുണ്ട്, ആണോ എന്തെങ്കിലും ഒരു തുളസിയുടെ ഇലയോ എന്തെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ പ്രാർത്ഥിക്കാൻ മാത്രമേ പറയുള്ളൂ, വേറെ ഒന്നും പറയില്ല. അല്ലാണ്ട് ഇതിന് ഇന്ന സ്ഥലത്ത് പോയി അത് ചെയ്യ്, ഇന്ന സ്ഥലത്ത് പോയി ഇത് ചെയ്യ്, ഇങ്ങനെയൊന്നുമില്ല. പുള്ളി ഒരു അധ്യാപകനും കൂടിയാണ്. അപ്പം പിന്നെ ഈ കാലത്ത് ഒരാളാ എന്തൊക്കെയോ കുറെ പൂജ ഒന്നും ചെയ്തിട്ട് കാര്യമല്ല. നമ്മളുടെ മനസ്സിലെ വിശ്വാസം, ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ അകത്തുള്ള ഒരു വിശ്വാസവും നമ്മളുടെ ഒരു മനസ്സറിഞ്ഞുള്ള ഒരു പ്രാർത്ഥനയൊക്കെ തന്നെ നമ്മളെ ഇങ്ങനെ മുന്നോട്ട് ചെയ്യും. പിന്നെ കുറെ നമ്മൾ എല്ലാത്തിനും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുടുങ്ങി പോകൂടോ. പിന്നെ എന്തിനും ഏതിനും ശരി, അങ്ങനെ അന്ധവിശ്വാസം പാടില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫലം വരുന്ന. ചേച്ചിന്റെ ഇൻസ്റ്റാ ബയോ അങ്ങനെയാട്ടോ, വിച്ച് വാസ് വെരി പ്രാക്ടിക്കൽ ദാറ്റ് യു മെൻഷൻ.
ലൈക് ലെറ്റ്സ് നോട്ട് ജസ്റ്റ് ആക്ട്, ലെറ്റ് യുവർ ആക്ഷൻസ് പ്രൂവ് എന്നൊരു രീതിയിലാണ് ഞാനൊരു ഡോണ്ട് ആക്ട്, ഡു യുവർ ആക്ഷൻസ്. ഡോണ്ട് ആക്ട്, ഡു യുവർ ആക്ഷൻസ്. സ്റ്റാൻസ്ലോവിസ്കി പറഞ്ഞതാ, ഞാനല്ല. പക്ഷെ എന്നാലും ചേച്ചിന്റെ ലൈഫിനകത്ത് പ്രാക്ടിക്കാലിറ്റി വന്നല്ലോ. അല്ലല്ല, അതെനിക്ക് നമ്മൾ അങ്ങനെ ചേച്ചി ഞാനല്ല സ്റ്റാൻസ്ലോ ആര് നിനക്കും അറിയില്ല അല്ലേ ചേച്ചി? എന്നെ കാണാൻ മാത്രല്ലേ ഹൈഫേ ഉള്ളൂ, ബാക്കിയുള്ളില് ലിറ്റിൽ ലിറ്റിൽ മാലും. അത് ഞാൻ വേറെ ഒന്ന് പ്ലീസ്. സ്റ്റാൻസ്ലോവിസ്കി എനിക്കും അറിയില്ലായിരുന്നു. അത് ഇപ്പോഴല്ല, നേരത്തെ. ചേച്ചി ഞാൻ ആകെ ഒരു വിസ്കി അങ്ങനെയൊക്കെയുള്ളതല്ലേ നമ്മള് കേട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ തിയേറ്ററിൽ ചേർന്നപ്പോണ്ട് സ്റ്റാൻസ്ലോവിസ്കി, ഗ്രോട്ടോ വിസ്കി. ചേച്ചി എന്തായാലും അപ്പൊ കൊറേ വിസ്കിയാ. ഞാൻ വിചാരിച്ചു ഇവരെ ഒക്കെ കള്ളിന്റെ പേരിട്ടിട്ടാണോ അവരെ വിളിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഞാൻ വിചാരിച്ചത്. ഇഷ്ട ബ്രാൻഡ് വെച്ചിട്ടാണോ, അത് പക്ഷെ വേറെ ആയിരുന്നു. അപ്പം അഭിനയത്തെ കുറിച്ച് ആദ്യമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും ഫോളോ ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള എല്ലാ തിയറിയും പറഞ്ഞ പോലെ തിയറി അല്ല, അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയതും അല്ലെങ്കിൽ ആധികാരികമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതും ഒക്കെ സ്റ്റാൻസ്ലോവിസ്കി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത് നമ്മൾ ആക്ട് ചെയ്യരുത്, നമ്മുടെ ആക്ഷൻസ് ആണ്. അത് എപ്പോഴും നമ്മളെ ലൈഫിലും അതുപോലെ തന്നെ ലൈൻ ചേച്ചി അത് എഴുതിയത് ചേച്ചിന്റെ ശരിക്കും അത് ഭയങ്കര എഫക്റ്റീവ് ആണ് നിങ്ങളെ പേഴ്സണാലിറ്റി വെച്ചിട്ട്. അതുകൊണ്ട് പറഞ്ഞു. ഓക്കെ, സോ നെക്സ്റ്റ് ചേച്ചി വി ഹാവ് എ സ്മോൾ ഗെയിംസ് കോൾഡ് ചൊല്ലടാ ചൊല്ല്. ബേസിക്കലി നമുക്ക് ദംഷ്രാജ് ഉണ്ടല്ലോ, പക്ഷെ വിത്ത് പ്ലക്കാർഡ്സ്. അപ്പൊ ചേച്ചിക്ക് ഒരു സെറ്റ് ഓഫ് കാർഡ്സ് ഉണ്ടാവും ഇതുമാതിരി, എന്നിട്ട് എന്റെ അടുത്തും ഉണ്ടാവും. സോ ആദ്യം ചേച്ചിന്റെ ടേൺ ഓർ മൈ ടേൺ. സോ ഞാൻ എവിടെ ഇങ്ങനെ കാണിക്കും, അല്ലെ എവിടെ കാണിക്കും. ചേച്ചിക്ക് ഈ വേർഡ് ഗസ് ചെയ്യണം, ഞാൻ ഗസ് ചെയ്യണം. ഞാൻ ആക്ട് ചെയ്യുമ്പോൾ ചേച്ചി ഗസ് ചെയ്യണം. ഓക്കെ, ദിസ് ഇസ് എ ഗെയിം സെഗ്മെന്റ് കോൾഡ് ചൊല്ലടാ ചൊല്ല്. നമ്മൾ ദംഷ്രാജ് വിത്ത് എ ട്വിസ്റ്റ്. അപ്പൊ ഫസ്റ്റ് ചേച്ചി യുവർ ടേൺ. വി ആർ ഗോയിങ് ടു ഷോ കാർഡ്സ് ആൻഡ് വി ഹാവ് ടു ഗസ്. Hey Bhagavan, this is not Bhagavan. This is this. ഇന്ന് വല്ലോ ഇന്നത്തെ കരടിയോ പല്ലും ചെവിയും അവതാർ നമ്മളെല്ലാവരും നടക്കുന്നു അല്ലേ? കുന്തോ എന്താ ഇഷ്ടല്ലാന്നോ ഡിസ്ലൈക്കോ? യക്ഷി യക്ഷി ചോര കുടിക്കും. ഇതെങ്ങനെ ഇതിന്റെ അകത്ത് ഉണ്ടാവും? ഫോട്ടോ ആണോ ക്യാരക്ടർ? യക്ഷിന്റെ ഫോട്ടോ ഉണ്ടാവും. ഞാനോ? അല്ല, ഇത് യക്ഷിയാണ്. ഇങ്ങനെയാക്കിയാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മളുടെ ചുറ്റുപറ്റുള്ള ഒരു യക്ഷിയാണ്. ഓക്കെ, അത് വിട്ടോ. ശരിക്ക് എല്ലാരും ചൊല്ലും. കാസറ്റ്, സിനിമ, നീല, നീലി. മൈ ഗോഡ്, കലങ്കാട്ട് നീലി. നീ ചേച്ചിട്ടേ എങ്ങനെയപ്പോ ഞാൻ പറഞ്ഞു കൊടുക്കുക? പറയാൻ പറ്റൂല. അല്ല, പറയാൻ പറ്റില്ല. യു സു സു രാബി. ഉരബിയോ? ചേച്ചി. ഓക്കെ, ഞാൻ മിറർ. ചേച്ചിന്റെ ആത്മാവാണ് ഉദ്ദേശിച്ചത്. ചേച്ചി ഒരാളെന്നല്ലേ പറഞ്ഞ? സുനാമി. സുനാമി ഇങ്ങനെ ഇതെന്താ? പൊട്ടി, മേളം. ഇറ്റ്സ് എൻ എക്സ്പ്ലോഷൻ. പട്ടാസ്. പട്ടാസല്ല, അക്ഷരം വേണ്ട. ചേച്ചി റൊമാൻസ് ചെയ്ത ആരാണോ? ടോവിനോ. അതെ, ഞാൻ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് പൊട്ടാസ്
ഒരു ഗ്ലാസ് ചായ തരൂ. ഒരു ഗ്ലാസ് ചായ. ടോവിനോന്റെ മിന്നൽ മുരളി. ആ അങ്ങനെ കാണിക്കുന്നല്ലേ? സൂപ്പർമാൻ അങ്ങനെ. എന്നാലും മനസ്സിലാവും. എന്നാലും ടോവിനോനെ ഞാൻ പൊട്ടിച്ചതാ. നെക്സ്റ്റ് ഞാൻ ആക്ട് ചെയ്യണ്ട. കടുപ്പ ഭക്ഷണം 4 4 ഭക്ഷണം ഒറ്റ 4 അക്ഷരം. ബിരിയാണി, നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, ഒന്നോ ഫുഡ്, സദ്യ, നെയ്ച്ചോറും കോയും. കോഴിട്ടതാണോ? കോഴി പൊരിച്ചത്, ചില്ലി ചിക്കൻ, 3 ചില്ലിയോ? ചില്ലി മാറ്റാനോ? ചില്ലി അവിടെ ഇരിക്കട്ടെ. ആ ചില്ലി ഗോബി അല്ല, ചില്ലി ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ, വലിയ പ്ലേറ്റിൽ മന്തി. അതിന്റെ ഒരു വെർഷൻ. അത് മന്തി കറക്റ്റ്. ഇത് പിന്നെന്താ? ഹണി ചില്ലി അൽഫാം. ഹണി ചില്ലി അൽഫാം. ഇത് കുറച്ച് കേട്ടു വെച്ചിരുന്ന മന്തി കടിച്ചു. റെഡി? റെഡി. ഭരതനാട്യം, കഥകളി. കഥകളി ഇങ്ങനെയാണല്ലോ. ഒരു ആർട്ട് ഫോം ആണ്. അങ്ങനെയല്ല. ഒപ്പന, മാർഗംകളി. മാർഗംകളി. ഓ നോട്ട് ബാഡ്. ഓക്കെ, ഇനി ചേച്ചിട്ട് ഞാൻ ആക്ട് ചെയ്യണം. എന്ത്? അല്ല പറവയോ? പറവയാണോ? അല്ല, പുൽച്ചാടി, പച്ചത്തുള്ളൻ. പച്ചത്തുള്ളൻ ആക്ടറോ? പപ്പു. ഓക്കെ ചേച്ചി. ഇതില് നീ മനസ്സിലാക്കണം. ഒരു മുറി വന്ന് പാത്തായ സോങ്ങാ പേഴ്സണൽ ശോഭന ചേച്ചിയാ? ഓക്കെ ശോഭന. എളുപ്പല്ലേ? ചേച്ചി നമുക്ക് അല്ല, ഈ ഒച്ച എങ്ങനെയല്ല. വടക്കൻ വീരഗാഥ. എന്നെ വെള്ളം കുടിപ്പിക്കല്ലേ ഒന്നുകൂടെ കടക്കി. ചേച്ചി മുഴയോ? പൊന്തമ്മാടാ? നെഹി. ഫൈറ്റ് ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സിനിമന്റെ പേരെന്തായിരുന്നു? കളരി വിളക്ക്. അല്ല, കുന്നത്തെ സന്ധ്യയ്ക്കും പൊന്മോതിരം. അതാണ് പിച്ചിന് വീഴൊന്നുമില്ല. അതായിരിക്കില്ല. പറ. MT വാസുദേവന്റെ സ്ക്രിപ്റ്റ്, ഹരിഹരൻ സംവിധാനം. നെക്സ്റ്റ് ഞാൻ അഭിനയിച്ചതാ.